പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SLC പരീക്ഷ കഴിഞ്ഞ എല്ലാവരും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വാല്യുവേഷൻ ക്യാമ്പുകളിൽ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് പകുതിയോടുകൂടി നാളെ റിസൾട്ട് വരും. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് എല്ലാവരും പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ വെക്കേഷൻ കാലയളവിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ കളക്ട് ചെയ്യുക. എല്ലാ പ്രിപ്പറേഷനും ഈ വെക്കേഷൻ സമയത്ത് നടത്താവുന്നതാണ്. നമ്മൾ ഈ അക്കൗണ്ടിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് വരുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതുപോലെ മാത്സിൻ്റെ ആവശ്യമായ ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് നൽകാനുള്ളത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഇപ്പം പുതുതായി 10ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അക്കൗണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടിയിട്ട് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ മാത്സിന് പാർട്ട് 1 പാർട്ട് 2 വിഷയങ്ങളുണ്ട്. 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പാർട്ട് 1ൽ 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. പാർട്ട് 2 6 ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് ടേം പരീക്ഷയ്ക്ക് വരിക ഏകദേശം 4 ചാപ്റ്റേഴ്സ് 4-5 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഫസ്റ്റ് ടേം പരീക്ഷയ്ക്ക് വരും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യാൻ. സീക്വൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, വ്യത്യസ്ത നമ്പർ സീക്വൻസുകളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ് പ്രത്യേകത എന്നുള്ളതാണ്. അപ്പോൾ ഒരു നമ്പറിനോട് ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സീക്വൻസിനെയാണ് എന്ന് പറയുക? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുക. ഇപ്പം 2നോട് 3 ആഡ് ചെയ്ത് 5, വീണ്ടും 3 ആഡ് ചെയ്ത് 8, വീണ്ടും 3 ആഡ് ചെയ്ത് 11, അല്ലെങ്കിൽ 5 ഞാൻ 5 ആഡ് ചെയ്ത് 10 ആയി, വീണ്ടും 5 ആഡ് ചെയ്ത് 15 ആയി, വീണ്ടും 5 ആഡ് ചെയ്ത് 20, അങ്ങനെ ഉണ്ടാക്കുന്ന സീക്വൻസ്, ഒരേ നമ്പർ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന സീക്വൻസിനെയാണ് എന്ന് പറയുക? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഈ ഒരു പോയിന്റ് അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാകും. പിന്നെ അതിൻ്റെ കുറേ പ്രത്യേകതകൾ, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള പ്രത്യേകതകളാണ് അതിൽ നിങ്ങൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ഒഴിവുള്ള സമയം എന്ത് ചെയ്യുക? ഈ വെക്കേഷൻ സമയം നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഈ അക്കൗണ്ട് 10ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെയാണ് ഈ അക്കൗണ്ടിൽ പറയുക. അപ്പം വരുന്ന വീഡിയോയിൽ നമുക്ക് ഓരോ ഭാഗവും എല്ലാം ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. താങ്ക് യു.